നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലും അർജൻറ്റീനയും തമ്മിൽ 25-ാം തീയതിയാണ് കളിക്കുന്നത്. മാർച്ച് 25-ന് ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 26-ന് പുലർച്ചെ. അതുപോലെ അവർക്ക് ഉറുഗ്വായുമായിട്ട് അതിനു മുമ്പ് കളിയുണ്ട് അർജൻറ്റീനയ്ക്ക്. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിലേക്ക് പൗളോ ഡിബാലയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി താരത്തിന് ഇപ്പോൾ പരിക്ക് പറ്റിയിരിക്കുന്നു. ഇതൊരു തുടർക്കഥയാവുകയാണ്. ടീമിലെടുക്കും പരിക്ക് പറ്റും. എന്നാലും അദ്ദേഹം റൂൾഡ് ഔട്ടായി എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ സംഗതി ആശങ്കാജനകമാണ് എന്ന് അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ AS റോമക്ക് കളിയുണ്ടായിരുന്നു, കാഗ്ലിയാരിയുമായിട്ടുള്ള കളി. ആ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് പൗളോ ഡിബാല ഇറങ്ങിയിരുന്നത്. രണ്ടാം പകുതിയിൽ ഒരു 64 മിനിറ്റിലൊക്കെ കളിക്കളത്തിലേക്ക് വന്ന താരം 75-ാമത്തെ മിനിറ്റിൽ തന്നെ ഒരു 10-11 മിനിറ്റ് മാത്രം കളിക്കളത്തിൽ നിന്ന് പരിക്കേറ്റ് പുറത്തു പോവുകയായിരുന്നു. താരത്തിൻ്റെ സ്ഥിതിവിശേഷം എന്താണ് എന്ന് പിന്നീട് അവരുടെ കോച്ച് റെയ്നേരി പറയുന്നുണ്ട്. റെയ്നേരിയുടെ ആ വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. റോമയുടെ കോച്ച് പറയുന്നു, പൗലോക്ക് വേദന അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞാൽ കാൽമുട്ടിനല്ല, അതിൻ്റെ പുറകുവശത്താണ് അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടത്. നാളെ അദ്ദേഹം ഇന്നലത്തെ രാത്രി കളിക്ക് ശേഷം പറയുകയാണ്, നാളെ ടെസ്റ്റിന് വിധേയമാകും, യൂഷ്വൽ ടെസ്റ്റിന് വിധേയനാകും, വലിയ പ്രശ്നമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ് എന്നാണ് കോച്ച് പറഞ്ഞത്. അതായത് കളിച്ച് ഒരു ബാക്കിലൊക്കെ കൊടുത്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് തുടയുടെ പിൻഭാഗത്ത് വേദന അനുഭവപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് താരം പുറത്തേക്ക് പോയത്. അപ്പോൾ ഡിസ്കംഫേർട്ട് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. സംഗതി ആശങ്കാജനകമാണ് എന്നാണ് പക്ഷേ TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അർജൻറ്റീനയിലേക്ക് അദ്ദേഹം ഈ കളിക്ക് ശേഷം ട്രാവൽ ചെയ്യും എന്നുള്ളതായിരുന്നു റിപ്പോർട്ടുകൾ. അദ്ദേഹം സ്ക്വാഡിലുണ്ട്. പക്ഷേ ഇനി എന്താകും എന്നുള്ളത് കൂടുതൽ ടെസ്റ്റുകൾക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് ആരാധകർക്ക് വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഡിബാലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അർജൻറ്റീൻ ദേശീയ ടീമിൽ കഴിഞ്ഞ കോപ്പ അമേരിക്കയ്ക്ക് സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് കോച്ച് ടീമിലേക്ക് എടുത്തു. അങ്ങനെയൊക്കെ അകത്ത് പുറത്തൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഈ പരിക്ക് എന്നുള്ളത് വലിയ ഒരു നിരാശയുണ്ടാക്കുന്നു. അർജൻറ്റീനയുടെ അടുത്ത മത്സരം മാർച്ച് 22-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്ക് ഉറുഗ്വായ്ക്കെതിരെയാണ്. അത് കഴിഞ്ഞ് മാർച്ച് 26-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 5:30-ന് അവർ ബ്രസീലുമായിട്ടും കളിക്കുന്നു. ഡിബാല ഉണ്ടാവണം എന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.